നിങ്ങൾക്ക് ഇതേപോലെ തീമിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് കൊടുക്കാം. നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തതിന് വേണ്ടി അല്പം ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് അല്പം മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീം ഞാൻ ചേർത്ത് നന്നായിട്ടുള്ളത് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ലയൺ തീം ആയതുകൊണ്ട് ഇതിലേക്ക് 2 ഡ്രോപ്പ് ഓറഞ്ച് കളറൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വിൽട്ടൻ്റെ ഓറഞ്ച് ജെൽ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഈ ക്രീം ആ ക്രം കോട്ട് ചെയ്തിട്ടുള്ള കേക്ക് കൊണ്ടൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള കേക്കിൻ്റെ വീഡിയോയിലുണ്ട്. നന്നായിട്ട് തന്നെ ഞാനിവിടെ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചോ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചോ ആ ബോർഡിലുള്ള ക്രീമൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചെടുക്കാം. അതിലേക്ക് വിൽട്ടൻ്റെ 22 നോസിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വിപ്പിംഗ് ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീമിൽ ഓറഞ്ച് കളറും റെഡ് കളറും ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ലൊരു കളറ് കിട്ടും. ഈ ഓറഞ്ചും റെഡ് കളറും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ലയണിൻ്റെ ഹെയർസാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കേക്കിന് മുകളിൽ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ 3 ലെയറായിട്ടാണ് ഞാനിവിടെ ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ താഴ്ഭാഗത്തും 2 ലെയറായിട്ട് ഈ സെയിം ഡിസൈൻ ഒന്ന് ചെയ്തെടുക്കാം. അതുപോലത്തെ ഒരു വലിയ നോസിലെടുത്തിട്ട് 2 സർക്കിളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി അല്പം ബ്ലാക്ക് കളർ ഫോണ്ടൻ്റ് ഇതേപോലെ റോളിംഗ് പിൻ ഉപയോഗിച്ചിട്ടൊന്ന് പരുത്തിയെടുക്കാം. അപ്പോൾ ഈ ഫോണ്ടൻ്റൊക്കെ പരുത്തിയെടുക്കുമ്പോൾ ഒന്നെങ്കിൽ കോൺഫ്ലോറോ അല്ലെങ്കിൽ ഐസിങ് ഷുഗറോ ഉപയോഗിക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് പരുത്തിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫോണ്ടൻ്റ് കുറച്ച് സ്റ്റിക്കിയാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ സർക്കിൾ കട്ട് ചെയ്തതിനെക്കാട്ടിയും ചെറുത് ആയിരിക്കണം ഈ ബ്ലാക്ക് കളർ സർക്കിൾ കട്ട് ചെയ്തെടുക്കുന്ന നോസിൽ എടുക്കേണ്ടത്. അപ്പോൾ ഒരു ചെറിയ നോസിൽ കൊണ്ട് 2 ബ്ലാക്ക് കളറും സർക്കിളും കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇനി ഒരു ബ്രഷിൽ അല്പം വെള്ളം ഒന്ന് എടുത്തതിന് ശേഷം ആ വൈറ്റ് കളർ സർക്കിളിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് ആ ബ്ലാക്ക് കളർ സർക്കിൾ ഒന്ന് വെച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് വെക്കരുത്, കുറച്ച് സൈഡിലേക്ക് ചേർത്തിട്ട് വേണം വെച്ചെടുക്കാൻ വേണ്ടിക്ക്. ഇതേപോലെ ഒരു ഭാഗത്ത് കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. അങ്ങനെ ആവുമ്പോൾ കണ്ണ് രൂപത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അല്പം ബ്ലാക്ക് കളർ ഫോണ്ടൻ്റ് എടുക്കാം. അത് കൈ ഉപയോഗിച്ചിട്ട് നല്ല നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം. നല്ല നേർത്തതായിട്ട് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ പുരുകാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരേ അളവിൽ തന്നെ 2 എണ്ണം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു വിരൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിന് ഉരുട്ടിയിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. എന്നിട്ടൊരു രൂപത്തിൽ അതിനൊന്ന് ചെയ്തെടുക്കണം. കുറച്ച് സമയം ഇതേപോലെ വെക്കുന്ന സമയത്ത് ഇതൊന്ന് ഹാർഡായി നല്ല സെറ്റായി വന്നോളും. ഇതിവിടെ ഹാർഡായി നല്ല പുരിങ്ങ രൂപത്തിൽ തന്നെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കത് കണ്ണിന് മുകളിലൊന്ന് വെച്ചോട് നോക്കാം. അപ്പോൾ ലയണിൻ്റെ കണ്ണും അതേപോലെ പുരികും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്കിനൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ലയണിൻ്റെ വായ ഒന്ന് റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു വൈറ്റ് കളർ ഫോണ്ടൻ്റ് അല്പം കോൺഫ്ലോറും കൂടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതൊന്ന് റോളിംഗ് പിൻ ഉപയോഗിച്ച് പരത്തിയെടുക്കാം. ഇനി ഇതേപോലെ ഹാർഡ് ഷേപ്പിലുള്ള ഒരു കട്ടർ എടുക്കാം. അത് കൈ ഉപയോഗിച്ച് നന്നായിട്ടുണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒരു ഹാർഡ് ഷേപ്പ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പ്രസ് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ആ വായ റെഡിയാക്കാൻ പറ്റും. ഇനി ഒരു ടൂൾ ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബ്ലാക്ക് കളർ ഫോണ്ടൻ്റ് എടുക്കാം. അത് കൈ ഉപയോഗിച്ചിട്ട് നല്ല നീളത്തിൽ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത ശേഷം അവിടെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ഹാർഡ് ഷേപ്പിന് മുകളിൽ ഇതൊന്ന് വെച്ച് നോക്കാം. അതിൻ്റെ നടുഭാഗം സ്റ്റിക്കി അല്ലെങ്കിൽ അല്പം വെള്ളം കൊണ്ടൊന്ന് തടവിയതിന് ശേഷം ഒന്നത് ഒട്ടിച്ചെടുത്താൽ മതി. അല്പം വെള്ളം ഒന്ന് തടവിയിട്ട് അത് അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി അല്പം ബ്ലാക്ക് കളർ ഫോണ്ടൻ്റ് എടുക്കാം. അതുകൊണ്ട് നമുക്ക് ലയണിൻ്റെ മൂക്കൊന്ന് ശരിയാക്കി എടുക്കണം. അതൊരു വിക്സ് മിഠായിയുടെ രൂപത്തിൽ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന്
ഷേപ്പാക്കി എടുത്താൽ മതി. പ്രത്യേക ടൂളിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്ത് നമുക്ക് ലയൻ്റെ മൂക്കും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇനി അല്പം വെള്ളം ഒന്ന് തടവിയതിന് ശേഷം മൂക്കും കൂടി അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അല്പം ബ്ലാക്ക് കളർ ഫോണ്ടൻ്റ് കൊണ്ട് വളരെ ചെറുതായിട്ടുള്ള ഇതേപോലെ ഒരു 6 ബോളൊന്ന് ഉരുട്ടിയെടുക്കാം. വളരെ ചെറുതായിട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഈ താഴെ ഭാഗം നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ആ എഡ്ജ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നിങ്ങൾക്കൊരു കത്രിക ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചോ അതിൻ്റെ എഡ്ജ് ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ വായൊക്കെ നല്ലൊരു ഷേപ്പാക്കി കൊടുക്കണം. അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കത്രികയായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വായ്ക്ക് നല്ലൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സിംഹത്തിൻ്റെ വായും റെഡിയായി വന്നിട്ടുണ്ട്. വായും മൂക്കും കണ്ണും പുരുകൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിന് 2 ചെവിയും കൂടി റെഡിയാക്കി എടുക്കണം. അതിന് വൈറ്റ് കളർ ഫോണ്ടിൽ ഞാൻ അല്പം ഓറഞ്ച് കളർ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വിരൽ ഉപയോഗിച്ചിട്ടോ ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കണം. ഇതേപോലെ 2 ചെവിയും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ചെറിയൊരു ക്രോണും കൂടി റെഡിയാക്കുന്നതിന് വേണ്ടി ഓറഞ്ച് കളർ ഫോണ്ടൻ്റ് റോളിംഗ് പിൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. ഫോണ്ടൻ്റൊക്കെ പരത്തിയെടുക്കുമ്പോൾ സ്റ്റിക്കി ആകുന്നതുകൊണ്ടാണ് നമുക്ക് കോൺഫ്ലോർ അല്ലെങ്കിൽ ഐസിങ് ഷുഗർ ഉപയോഗിക്കുന്നത്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കത്തി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് ഇതിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ടൊരു കിരീടം രൂപത്തിൽ ഇതൊന്ന് ചെയ്തെടുക്കാം. അതിങ്ങനെ വെള്ളം കൊണ്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു 5-10 മിനിറ്റ് വെച്ചെടുത്താൽ അത് നന്നായിട്ട് തന്നെ ഒന്ന് ഹാർഡായി വരികയും ചെയ്യും. അതേപോലെ നല്ല രീതിയിൽ അവിടെ ഒട്ടി നിൽക്കുകയും ചെയ്യും. ഇനി ഇത് കൈ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കുഞ്ഞു കിരീടം കൂടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ സിംഹത്തിൻ്റെ വായും മൂക്കും കണ്ണും പുരുകും കിരീടും അതേപോലെ ചെവിയൊക്കെ റെഡിയായി വന്നുള്ള കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. നോട്ടിഫിക്കേഷന് വേണ്ടി ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇതൊരു ഓർഡർ കേക്കാണ്. ഇതിൻ്റെ കൂടെ ഞാനൊരു മാംഗോ കേക്കും കൂടി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.